ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് വെച്ച നമ്മളെ പ്രിൻസസ് കട്ട് ബ്ലൗസില്ലേ, നമുക്ക് ഇന്നത് സ്റ്റിച്ച് ചെയ്തേക്കാം. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഇതിൻ്റെ സ്ലീവിൽ കുഞ്ഞു ഡിസൈൻസൊക്കെ ആരി വർക്കൊക്കെ ചെയ്യുന്നതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം ഇന്ന് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാം. കാരണം കുറേ ആൾക്കാർക്ക് സ്റ്റിച്ചിങ് വീഡിയോ കൂടെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ എനിക്ക് സ്റ്റിച്ചിങ് വീഡിയോ എടുക്കലേ മടിയുള്ള കാര്യമാണ്, എന്നാലും ഞാൻ എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് പണി തീർത്തേക്കാം നമുക്ക്. ഇതാണ് അതിൻ്റെ കട്ട് ചെയ്ത് വെച്ച തുണികളെല്ലാം. ആദ്യം തന്നെ നെക്ക് നമുക്ക് ഫിനിഷ് ചെയ്യാം. നമ്മൾ ക്രോസ് പീസ് വെക്കുന്നില്ല, പിന്നെ സ്റ്റിഫൊന്നും വെക്കുന്നില്ല, ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല. നമ്മൾ വേഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കാനാണ് പോകുന്നത്. സിമ്പിളായിട്ടുള്ള പരിപാടി. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല തുണീൻ്റെ നല്ല ഭാഗത്താണ് നമ്മൾ ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടത്. കണ്ടില്ലേ നിങ്ങൾ, സൈഡിലെല്ലാം കുറച്ച് അധികം വെച്ച് കൊടുത്ത് കണ്ടില്ലേ, അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഈ ക്യാൻവാസിൻ്റെ ഈ നെക്കിൻ്റെ ഇടയിൽ 1/4 ഇഞ്ച് കഴിഞ്ഞിട്ട് ലൈനിങ്ങിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുക. ലൈനിങ് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് തയ്യൽ തുമ്പ് വിടണ്ടേ നമുക്ക്. അത് വിട്ടിട്ട് നല്ല റെഡി ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. നിങ്ങൾ നെക്കാണേ നല്ല ഭംഗിയായിരിക്കണം ചെയ്താലേ. ഞാൻ ചെയ്തിട്ട് കാണിക്കാം. അതുപോലെ തന്നെ ഈ ഒരു പീസും എടുക്കുക, ഫ്രണ്ടിലെ ഈ ഒരു പീസും എടുത്തിട്ട് ഇതും അതുപോലെ തന്നെ ചെയ്ത് വെക്കണം. നോക്കണേ, ഇതുപോലെ വെച്ചിട്ട് റൗണ്ടിൽ നെക്ക് ഫിനിഷ് ചെയ്യാം നമുക്ക്. ഇതാ കണ്ടില്ലേ. ഇനി ഇതാ ഇതിൻ്റെ സൈഡിലുള്ളതെല്ലാം നമുക്ക് കട്ട് ചെയ്യണം. നെക്കിൻ്റെ ആടെ അധികം വരുന്നില്ലേ, അതിനെ നമുക്കിനി കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കട്ട് ചെയ്യുമ്പം ആടെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വെക്കാൻ മറന്നു അല്ലേ. ഫുള്ളായിട്ടങ്ങ് സ്റ്റിച്ചിൻ്റെ അപ്പുറം തന്നെ കട്ട് ചെയ്തേക്കരുത്. തയ്യൽ തുമ്പെല്ലാം വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുക്കണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ ചെറിയ കട്ടിങ്സ് നെക്കിൻ്റെ ആ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് ആടുന്ന് സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്ത് വരെ, സ്റ്റിച്ച് കട്ടായി പോലെ സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്ത് വരെ ഇതാ ഇതുപോലെ പ്രത്യേകിച്ചിട്ട് ആ വളവ് ഷേപ്പ് വരുന്ന ആടേക്ക് കൊടുത്താലേ നമുക്ക് നല്ല നീറ്റായിട്ട് തിരിച്ചിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആടേക്ക് ഇങ്ങനെ പിടുത്തം പോലെയായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതെന്തായാലും നിങ്ങൾ ചെയ്യണം. എന്നിട്ട് ഇതാ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് തിരിച്ചിട്ട് കഴിഞ്ഞ പാടും നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്താൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും. സ്റ്റിച്ചൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കും. പിന്നെ നമുക്ക് 2 രീതിയിൽ ഇതിന് സ്റ്റിച്ച് കൊടുക്കാം. അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കാം. ഇതുപോലെ തിരിച്ചിട്ട് അയൺ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? ഈ നെക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൂടെ നമ്മൾ പ്രസ്സിങ് സ്റ്റിച്ച്, ടോപ്പ് സ്റ്റിച്ച് എന്നൊക്കെ പറയില്ലേ, അതിട്ട് കൊടുത്താൽ നല്ല നീറ്റായിട്ട് തന്നെ നിൽക്കും. പക്ഷേ സ്റ്റിച്ച് പുറത്ത് കാണും. ഏറ്റവും അറ്റത്തേക്കൂടെ വേണം സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ. അതും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ മറിച്ചിടുന്നതിന് മുന്നേ ഇങ്ങനെ വെക്കുക. തയ്യൽ തുമ്പില്ലേ, അടുത്ത നെക്കിൻ്റെ തയ്യൽ തുമ്പെല്ലാം ആ ഒരു ലൈനിങ് തുണീൻ്റെ ആ ഭാഗത്തേക്കായിരിക്കണം. എന്നിട്ട് ലൈനിങ് തുണീൻ്റെ മുകളിലേക്കൂടെ നെക്കിൻ്റെ ആടെ അടുപ്പിച്ചിട്ട് സ്റ്റിച്ച് കൊടുക്കാം. നല്ല തുണി കയറരുത്. ലൈനിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് കൂടെ സ്റ്റിച്ച് കൊടുത്താലും നിങ്ങൾക്ക് ഇതൊരു നല്ല നീറ്റായിട്ട് കിട്ടും. അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഏത് വിധത്തിലും കൊടുക്കാം. നെക്കിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? ഈ ഒരു ബാക്ക് പാർട്ട് ഇതാ ഷോൾഡറും ആം ഹോളും എല്ലാം ഇതാ ലൈനിങ് തുണിയായിട്ട് നല്ല തുണിയിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ലൈനിങ് തുണീൻ്റെ ഏറ്റവും അറ്റത്തേക്കൂടെ 1/4 ഇഞ്ചൊന്നും വിടരുത്. ഏറ്റവും അറ്റത്തേക്കൂടെ സ്റ്റിച്ച് കൊടുത്ത് അവിടെ ഉറപ്പിച്ച് കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ കാണിച്ച് ഇത്ര വരെ സ്റ്റിച്ച് ചെയ്യണം. ആം ഹോളിൻ്റെ ഈടെ നിങ്ങൾ സ്റ്റിച്ചിട്ട് ഉറപ്പിച്ച് കൊടുക്കാൻ പാടില്ല. കേട്ടല്ലോ. നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യുമ്പം ഒരു രീതിയിൽ നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്യാനില്ലോണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ. അപ്പോൾ ഇതാ ബാക്ക് പാർട്ട് ഞാനിതാ ലൈനിങ്ങുമായിട്ട് നല്ല തുണി ഇതാ അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി ഇതാ നല്ല തുണി അധികം വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. കാരണം ലൈനിങ് ആണ് നമ്മളെ കറക്റ്റ് അളവ് വരുന്നത്. നല്ല തുണി നമുക്ക് അധികമായിട്ട് നമ്മൾ 1/4 ഇഞ്ചൊക്കെ എടുത്ത് കട്ട് ചെയ്തതല്ലേ, കുറഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതിനെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം നമുക്ക്. ഇനി ഇതുപോലെ ഫ്രണ്ട് പാർട്ടും നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഇത് നെക്ക് ഒന്നും തിരിച്ചിടുന്നതിന് മുന്നേ ഞാൻ ലൈനിങ്ങുമായിട്ട് നല്ല തുണി ജോയിൻ ചെയ്ത് ഞാൻ എന്തൊക്കെയോ മണ്ടത്തരം കാണിച്ച് വെച്ച് ഞാനിതാ ഫുള്ള് സ്റ്റിച്ചൊക്കെ അയച്ച് ഇതാ വീണ്ടും ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുത്ത് നെക്ക് തിരിച്ചിട്ടിട്ട് ഒന്നുകൂടെ ലൈനിങ്ങുമായിട്ട് നല്ല തുണി അറ്റാച്ച് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇതുപോലെ ചെയ്യുമ്പോൾ ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ആം ഹോളിൻ്റെ ആടെ നിങ്ങൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്ന് ഉള്ളത്. അത് നിങ്ങൾക്ക് ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന ടൈമിൽ മനസ്സിലാകും. ഇനി നമ്മളുടെ ഈ ഒരു 2 പീസ് ഇല്ലേ ഫ്രണ്ടിലെ, അതും നമ്മൾ നല്ല തുണിയും ലൈനിങ്ങുമായിട്ട് സ്റ്റിച്ചിട്ട് ഉറപ്പിച്ചിട്ട് സൈഡിൽ വരുന്നത് കട്ട് ചെയ്ത് കളയണം. ഞാൻ ചില വീഡിയോസ് എടുക്കാൻ വേണ്ടി വിട്ടുപോയി.
ഇതാ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് സൈഡിലത്തെല്ലാം കട്ട് ചെയ്തും കളയുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കാം. നമ്മളുടെ പ്രിൻസസ് കട്ടല്ലേ ഇത്. ഇത് നമുക്ക് നമ്മളുടെ ഫ്രണ്ടിൽ ഇതാ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. നിങ്ങൾ ആം ഹോളിൻ്റെ ഇവിടുന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങണം കേട്ടോ, രണ്ടും. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചെരിച്ച് വെക്കുമ്പം ചിലപ്പോൾ നമുക്ക് ഏറ്റക്കുറച്ചിലെല്ലാം വന്നേക്കാം. അത് നോക്കിയിട്ട് വേണം നമ്മൾ ഫ്രണ്ടിൽ എക്സ്ട്രാ എടുത്ത് 1/2 ഇഞ്ച് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്തും ഇതുപോലെ ആം ഹോളിൻ്റെ അവിടെ നിന്ന് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ കൊണ്ടുവരണം. ഞാൻ ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക് ചെയ്തിട്ട്. നോക്ക് നിങ്ങൾ, ഇപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്തല്ലോ. ഇങ്ങനെ വേണം നമ്മൾ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ താഴെ അധികം നമുക്ക് വന്നിട്ടുണ്ട്, ഏറ്റക്കുറച്ചിൽ നിങ്ങൾ കണ്ടില്ലേ. ഇനി ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ ആ ഒരു ബാക്ക് പോർഷൻ്റെ ലെങ്ത്ത് കണക്കാക്കിയിട്ട് ഫ്രണ്ടിൽ നമ്മൾ എത്രയാണ് ലെങ്ത്ത് എടുത്തത്, 15 അല്ലേ എടുത്തത്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് ഞാൻ താഴെ നമ്മൾ എക്സ്ട്രാ അധികം എടുത്തു കൊടുത്തില്ലേ 1/2 ഇഞ്ച് ഫ്രണ്ട് പാർട്ടിൽ, അതങ്ങ് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാനാണ് പോകുന്നത്. നിങ്ങൾ അളന്നിട്ട് നോക്കിയിട്ടെല്ലാം ചെയ്യണേ. എന്നിട്ട് അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. എന്നിട്ട് ആ താഴിൽ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണം. നമ്മൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തതല്ലേ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞത്, അപ്പോൾ അവിടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്തേക്കണം. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൽ എന്ത് ചെയ്ത്, നമ്മൾ ബാക്ക് ഓപ്പൺ ബ്ലൗസ് അല്ലേ, അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കണം. ബാക്കിൽ ഡാർട്ട് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. മറന്നു പോകാണ്ട് സ്റ്റിച്ച് ചെയ്യണം. ഞാൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത്. എപ്പോൾ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇതുപോലെ സെൻറ്റർ കണക്കാക്കിയിട്ട് ഞാനത് നടുക്ക് കൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഹുക്ക് വെക്കാനുള്ള അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണ്ടേ, നമുക്ക് തുണി അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇതാ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്ക് ഓപ്പൺ ബ്ലൗസ്. ഇനി 2 പീസ് തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ചെറിയ തുണി നമ്മളെ ഹുക്ക് വെക്കുന്ന ഭാഗത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ കുളത്ത് വെക്കുന്ന ഭാഗത്തേക്ക് ചെറിയ തുണിയാണ് വേണ്ടത്. അപ്പോൾ അതിനിങ്ങനെ ഞാൻ 2ആയി മടക്കുന്നുണ്ട്. ഒരു 1.25 വീതി എടുത്താൽ മതി ആ ഒരു ഭാഗത്തെ തുണിക്ക്. അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ 2-3 രീതിയിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ മടക്കിയിട്ട് എടുത്തതേ ഇല്ലൂ. ഒന്നാമത് നേരിയ ലൈനിങ് തുണിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് താഴെ ഭാഗത്ത് കറക്റ്റ് വെക്കുക. മുകളിൽ നമുക്ക് ഒരു 1/2 ഇഞ്ച് ജാസ്തി വരണം. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളോട്ടേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതായാലും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, നിങ്ങൾക്ക് ഡൗട്ട് വരണ്ടായിന്. ഇതേപോലെ താഴെ ഭാഗത്ത് കറക്റ്റ് വെച്ചിട്ട് 1/4 ഇഞ്ച് അളവിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. മുകളിലെത്തുമ്പം കണ്ടേ ഇതാ കുറച്ച് നീളം കുറക്കുന്നുണ്ട്. ഒരു 1/2 ഇഞ്ച് നമുക്ക് ആ മുകളിൽ വേണ്ടു. കാരണം നമ്മൾ നെക്കെല്ലാം മടക്കി എല്ലാം റെഡിയാക്കി വെച്ചതാണ്. നെക്ക് ഫിനിഷ് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിൽ കുഴപ്പമില്ല, അവിടെ ക്രോസ് പീസൊക്കെ വരും. ഇതിപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നെക്കിൻ്റെ ആ ഭാഗത്ത് 1/2 ഇഞ്ച് ഉള്ളോട്ട് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. കണ്ടില്ലേ നിങ്ങളിതാ, ഇപ്പം കണ്ടോ ഇതുപോലെ ആയില്ലേ. എന്നിട്ട് നല്ല തുണി കയറാണ്ട് ആ ഒരു ലൈനിങ് തുണി, ആ ഒരു പീസ് വെച്ച തുണീൻ്റെ ഏറ്റവും ഫസ്റ്റത്തേക്കൂടെ ഒരു പ്രസ്സിങ് സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായി, നല്ല നീറ്റും ആയി. എന്നിട്ടാകുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിനെ ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഈ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്ത് കൊടുക്കേണ്ടത്. നല്ല നീറ്റായിട്ട് തന്നെ വരും. ഇവിടെയാണ് നമ്മളെ ആ ഒരു കൊളുത്ത് വെച്ച് കൊടുക്കേണ്ടത്. മറ്റേ പാർട്ടിൽ നമുക്ക് കുറച്ച് വലിയ പീസ് തുണിയാണ് എടുക്കേണ്ടത്. നമ്മളെ ഹോൾ ഉണ്ടാക്കി കൊടുക്കൂലേ നമ്മൾ നൂലിനെ കൊണ്ട്, അത് ആ ഒരു ഭാഗത്താണ് വേണ്ടത്. മാറിപ്പോകരുത് കേട്ടോ ഭാഗങ്ങൾ തമ്മിൽ. ഇതുപോലെ ചെയ്തു. ഇനി ഇതാ ഈ മേളിലെ ഭാഗത്ത് വേണമെങ്കിൽ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം, പക്ഷേ ഞാൻ ചെയ്യുന്നില്ല. ഇനി ഇതാ ഇപ്പുറത്തെ തുണീൻ്റെ അകത്ത് കൂടെ ചെയ്യുന്ന കാണിക്കാം. ഇതും 2ആയി മടക്കിയിട്ടുണ്ട്. എന്നിട്ടിതാ മുകളിൽ നമുക്ക് കുറച്ച് മടക്കി വെക്കാനുള്ളത് വേണം. താഴെ അധികമുള്ളതിനെ കട്ട് ചെയ്ത് കളഞ്ഞു കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ. ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതാ നെക്കിൻ്റെ ഈ ഭാഗത്ത് ഇതുപോലെ മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ കണ്ടില്ലേ നിങ്ങൾ, ഇവിടെ ഒന്നും കൂടെ നമ്മളിതാ ഇവിടെ സ്റ്റിച്ചിട്ട് കൊടുക്കണം. ആ തെറ്റത്തെ ഭാഗം മടക്ക് തന്നെയല്ലേ ഉള്ളത്, നമ്മൾ മടക്കിയിട്ടില്ല തുണി എടുത്തത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു മടക്കണ്ട. അതിങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇപ്പുറത്തെ ഭാഗത്ത് സ്റ്റിച്ചിട്ട് കൊടുത്താൽ മതി. കണ്ടില്ലേ, കെട്ടിട്ടിട്ട് ഞാൻ തുടങ്ങുന്നുണ്ട്. ആ ഒരു ലൈനിങ് തുണി, നമ്മൾ പീസ് വെച്ച തുണീൻ്റെ ഏറ്റവും സ്റ്റാർട്ടിങ് കൂടെ സ്റ്റിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. താഴെ സ്റ്റിച്ച് കൊള്ളുന്നില്ലേ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണേ. ഞാൻ പറഞ്ഞ പോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കണം. പിന്നെ താഴെ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതാണേ. ഈ 2 പീസ് വെക്കാനും പഠിച്ചല്ലോ. ഇത് പിന്നെ വലിയ പണിയൊന്നുമില്ല, നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം തന്നെയാണ്.
ഈ മുകളിലത്തെ ഭാഗത്തൊരു ഹോള് പോലെ ഉണ്ടാവില്ലേ, മടക്കിയിട്ട് തുണി സ്റ്റിച്ച് ചെയ്തുകൊണ്ട് അവിടെ ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, അതിനെ കൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ നിങ്ങൾ? ഇനി നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ ആ ഒരു സൈഡിൽ ഒന്ന് സ്റ്റിച്ച് ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ. ലൈനിങ്ങുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ജാസ്തി വരുന്ന ഈ ഒരു തുണീനെ ആം ഹോളിൻ്റെ ഭാഗത്തുനിന്നും കട്ട് ചെയ്ത് കളഞ്ഞേക്കണേ, ഷോൾഡറിൻ്റെ അവിടെ നിന്നും കണക്കാക്കിയിട്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഇതുപോലെ അടുപ്പിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ കണ്ടേ, ഞാനിതാ ഈ ഒരു ലൈനിങ് പീസിനെ ഈ ഒരു ഫ്രണ്ട് പാർട്ടിൽ ലൈനിങ് പീസിനെ ബാക്കിലേക്ക് ഇട്ട് കൊടുക്കും. ഇതുപോലെ ആദ്യം അടുപ്പിച്ച് വെച്ചിട്ട് കണ്ടില്ലേ, ഇവിടെ കറക്റ്റായിട്ട് വെക്കണം. എന്നിട്ട് ഈ ഒരു പീസിനെ എടുത്ത് ഇങ്ങനെ ബാക്കിലോട്ടേക്ക് നമ്മളിങ്ങനെ പിടിക്കണം കേട്ടോ. ശ്രദ്ധിക്കുന്നില്ലേ നിങ്ങൾ? ഇതുപോലെ അങ്ങ് പിടിച്ചിട്ട് 1/4 ഇഞ്ച് അളവിലോ 1/2 ഇഞ്ച് അളവിലോ എത്രയാ വെച്ചാൽ സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഷോൾഡറിൽ കൂടെ എപ്പോഴും ചെയ്യുന്ന പോലെ സ്റ്റിച്ചിട്ട് കൊടുക്കുക. അന്നേരം നല്ല നീറ്റായിട്ട് കിട്ടും. ഇങ്ങനെയാണ് ഷോൾഡർ ജോയിൻ ചെയ്യേണ്ടത് കേട്ടോ. തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ ചിലർ ഇങ്ങനെയൊന്നല്ല ചെയ്യുക, വേഗം അങ്ങ് രണ്ടും കൂടെ കൂട്ടി അങ്ങ് സ്റ്റിച്ചിടും. അന്നേരം അതൊരു ഭംഗി ഉണ്ടാവില്ലല്ലോ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിതാ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്നാ പണി, സ്ലീവ് വെക്കണം അല്ലേ. സ്ലീവിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കിയില്ലല്ലോ. അതിന് മുന്നേ നമുക്കിതാ ഇവിടെ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടില്ലല്ലോ, നമ്മൾ ലൈനിങ്ങുമായി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഇവിടെ ഈ ഒരു നെക്കിൽ പ്രസ്സിങ് സ്റ്റിച്ചും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഷോൾഡർ തിരിച്ചിടുമ്പം നമുക്കല്ലെങ്കിൽ പണിയായിരിക്കില്ലേ, അതുകൊണ്ടാണ് നമ്മൾ നെക്കിലൊന്നും ഫിനിഷിംഗ് ഒന്നും കൊടുക്കാഞ്ഞത്. അപ്പോൾ ഞാനതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സ്ലീവ് എടുത്തിട്ട് വരട്ടെ. ഞാൻ സ്ലീവിൽ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വർക്ക് ചെയ്ത് കൊടുത്തത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. നമ്മൾ ലൈനിങ് ഇങ്ങനെ മുകളിൽ വെച്ച് കൊടുക്കണേ. നിങ്ങൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു കണ്ടില്ലേ, ഈ ഒരു വർക്ക് വരുന്നില്ലേ, അതിൻ്റെ അടുപ്പിച്ചിട്ട് നമ്മൾ ഏറ്റവും അടുപ്പിച്ചിട്ട് തന്നെ സ്റ്റിച്ച് കൊടുക്കണം, വർക്കിൻ്റെ മുകളിൽ കയറാതെ. അപ്പോൾ നമ്മൾ 1 ഫൂട്ട് ഇട്ടിട്ട് ചെയ്യേണ്ടി വരും. നമ്മൾ സാധാ ഫൂട്ട് മാറ്റിയിട്ട് ഇങ്ങനെ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഇടുന്ന 1 ഫൂട്ട് ഉണ്ട്, അതിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തത് നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ അതിനടുപ്പിച്ചിട്ട് തന്നെ വരും, കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ലൈനിങ് പീസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൂടെ പ്രസ്സിങ് സ്റ്റിച്ച് നമുക്ക് ഇട്ട് കൊടുക്കണം. എന്നാൽ അതവിടെ നല്ല ഭംഗിയായിട്ട് നിന്നോളും കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് തിരിച്ചിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഫുള്ള് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. നല്ല തുണിയും മോശം തുണിയും ലൈനിങ്ങും നല്ല തുണിയും തമ്മിൽ. എന്നിട്ട് ബാക്കി വരുന്ന നല്ല തുണീനെ നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഒന്നും വീഡിയോൻ്റെ അകത്ത് കാണിച്ചിട്ടില്ല കേട്ടോ. ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ അധികം വരുന്നതിനെ അങ്ങ് കട്ട് ചെയ്ത് കളയണം. ഈസി അല്ലേ ഈ കാര്യങ്ങളെല്ലാം? ഇനി അതിൻ്റെ സെൻറ്റർ കൂടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്ക് വരുന്ന സ്ലീവിൻ്റെ അവിടെ കട്ടിങ് ചെയ്ത് കൊടുക്കാനുണ്ട്. കുറച്ച് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാനില്ലേ നമ്മൾ ബോഡി പാർട്ടിൽ ചെയ്ത പോലെ, അത് നമുക്ക് എന്തായാലും ഇപ്പോൾ ചെയ്ത് കൊടുക്കാനുണ്ടത്രേ. ആദ്യമേ നമുക്ക് ചെയ്യാം, നല്ല ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് രണ്ടും കൂടെ ചേർത്ത് കട്ട് ചെയ്ത് കൊടുക്കാം. പക്ഷേങ്കിൽ ഞാൻ കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ലാസ്റ്റ് എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, കറക്റ്റ് അളവായിരിക്കണമെന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കുക. ഇതുപോലെയല്ലേ നമ്മൾ വെച്ചിട്ട് രണ്ട് ഭാഗത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഇതുപോലെ നിങ്ങൾ വെച്ചിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷൻ ഈ ഒരു ഭാഗത്തല്ലേ വരുന്നത്. അപ്പോൾ ഈടെയാണ് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1/4 ഇഞ്ച് അളവിൽ നമ്മൾ ബോഡി പാർട്ടിൽ എത്രയാണോ കുഴിച്ച് കട്ട് ചെയ്ത് അത്ര തന്നെ ഈടെ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഏറ്റക്കുറച്ചിലെല്ലാം വന്നേക്കും. കറക്റ്റ് അളവായിരിക്കണം. അപ്പോൾ ഞാനിതാ കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയേന്ന്. ഇതിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്ത് ലൈനിങ്ങുമായിട്ടൊന്ന് ഉറപ്പിച്ച് കൊടുക്കേണ്ടത്. ഇതെല്ലാം ആദ്യമേ ചെയ്യാവുന്ന കാര്യമാണ്. എങ്ങനെയായാലും കുഴപ്പമില്ല. കുഴിച്ച് കട്ട് ചെയ്ത് അവിടെ വേണമെങ്കിൽ ഒരു ചെറിയ കട്ടിങ്സ് കൂടി ഇട്ട് കൊടുത്തോ, മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അല്ലെ ചോക്ക് വെച്ച് മാർക്ക് ചെയ്തോ. ഇനി ഇപ്പുറത്തെ ഭാഗത്ത് നല്ല ഭാഗത്തേക്ക് വരുന്നത് നോക്കി മനസ്സിലാക്കിയിട്ട് 1/4 ഇഞ്ച് അളവിൽ ഇപ്പുറത്തും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്തിട്ടില്ലെങ്കിലെല്ലാം നമുക്ക് ആം ഹോളിൽ ചുളിവും കാര്യങ്ങളും എല്ലാം വരുന്നത്.
ഇനി ഇതാ സ്ലീവ് ജോയിൻ ചെയ്യാം. നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ അളന്ന് നോക്കിയിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ വെച്ചിട്ട് ഞാൻ ചെയ്തെടുത്തിട്ട് കാണിക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ സ്ലീവ് ജോയിൻ ചെയ്യാനൊക്കെ. നമ്മളെ ബ്ലൗസ് ലാസ്റ്റ് എത്താനായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ഒരു ഡാർട്ട് ഇട്ട് കൊടുക്കേണ്ട പരിപാടി ഞാൻ മറന്നു പോയില്ലേ, അപ്പോൾ അതും കൂടെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ 2 ഡാർട്ട് വരുന്നില്ലേ, മറന്നു പോകാണ്ട് ചെയ്ത് കൊടുക്കണം. ഒന്നും കൂടെ ഞാൻ ജസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. ചോക്ക് കൊണ്ട് വരച്ചതെല്ലാം പോയില്ലേ. കറക്റ്റ് 3.6 വരുന്നത്. അപ്പോൾ ഞാനത് മനസ്സിലാക്കിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഇക്വേഷൻ ഞാൻ പറഞ്ഞു തന്നതല്ലേ, എല്ലാം എഴുതിയെടുക്കണേ നിങ്ങൾ. എന്താ ഒരു ലൈൻ കൊടുക്കുന്നുണ്ട്. ചെയ്യുമ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം കണക്കാക്കിയാൽ മതി. പിന്നെ ഇപ്പുറത്തെ ഭാഗത്ത് കണ്ടോ ഒരു പീസ് പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അളവ് -8 വേണം 3.6 കൊടുക്കാൻ. ലെങ്ത്ത് 3.6 പ്ലസ് 1/2 ഇഞ്ച് ജാസ്തി എടുക്കണം. മനസ്സിലായല്ലോ. ഞാനിതാ ഡാർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല ഷേപ്പ് കിട്ടാനാണ്. ഇനി താഴെ ഭാഗം നിങ്ങൾ തുണി വിട്ടിട്ടുണ്ടെങ്കിൽ 1 ഇഞ്ച് വിട്ടിട്ടുണ്ടെങ്കിൽ 1/2 ഇഞ്ച് വെച്ച് മടക്കി അടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കാം, നിങ്ങൾക്ക് പീസ് വെച്ച് ചെയ്ത് കൊടുക്കാം. അധികവും പീസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ അതുപോലെ തന്നെ കാണിച്ചു തരാം. 2 രീതിയിൽ പീസ് വെച്ച് കൊടുക്കാം. എല്ലാം സ്റ്റിച്ച് ചെയ്ത് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വെച്ച് കൊടുക്കാം. അന്നേരം നമുക്ക് അഥവാ ടൈറ്റ് ചെയ്യണ്ടെങ്കിൽ പറ്റൂല. അതുകൊണ്ട് ഞാൻ അധികവും ഇതാ ഈ ഓരോ പീസിനും ആയിട്ട് വെച്ച് കൊടുക്കുക ചെയ്യുക. അപ്പോൾ 3 പീസ് നമ്മൾ എടുക്കണം. ഒന്ന് ബാക്ക് പാർട്ടിൽ, പിന്നെ ഫ്രണ്ടിലെ 2 പാർട്ടിന് വേണ്ടിയിട്ടും എടുക്കണം. ഇതിൻ്റെ വീതി നിങ്ങൾക്കത് ഇഷ്ടമുള്ള പോലെ എടുത്തു. എത്ര പോരെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതാ കണ്ടില്ലേ, ഞാൻ എടുത്തത് നിങ്ങളിപ്പം കണ്ടില്ലേ, മടക്കി വെച്ചിട്ട് ഇത്ര ഉണ്ടാവും. ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും വേണം. എന്നിട്ട് ഒരു 3/4 ഇഞ്ച് വരുന്ന രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യാം, മറ്റേത് മടക്കിയിട്ട് ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാനിതാ ബാക്ക് പാർട്ടിലേക്ക് ഈ ഒരു തുണീനെ ഞാൻ 2ആയി മടക്കിയിട്ട് ഒരു 1/2 ഇഞ്ച് അളവിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് അങ്ങ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ തുണീനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇപ്പുറത്തെ ഭാഗത്ത് നിങ്ങൾ കാണുന്നില്ലേ, ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. കാരണം ആ ഒരു ഓപ്പൺ ഏരിയ ഒക്കെ നമ്മൾ ഫിനിഷ് ചെയ്തതല്ലേ, അപ്പോൾ നമ്മൾ ഇതുപോലെ മടക്കി വെച്ചിട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഈ ഒരു തുണി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഒരു ടോപ്പ് സ്റ്റിച്ച് ഈ ഒരു വൈറ്റ് തുണീൻ്റെ മുകളിലേക്ക് കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം നിങ്ങളിങ്ങനെ മടക്കി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ചെയ്തിട്ട് കാണിക്കാം. ഈ ഒരു ബാക്ക് പാർട്ട് ഞാൻ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാവുക. വേണമെങ്കിൽ ഹെമ്മിങ് ചെയ്ത് കൊടുത്തു, നല്ല ഭംഗിയായിരിക്കും, സ്റ്റിച്ചൊന്നും പുറത്ത് കാണാതെ. അപ്പോൾ നമ്മൾ താഴെ ഭാഗവും മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. സ്പീഡാണ് കേട്ടോ വീഡിയോ, പെട്ടെന്ന് നോക്കി മനസ്സിലാക്കണേ നിങ്ങൾ. എന്നിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കണം നമുക്ക് സൈഡൊക്കെ. ചിലരിങ്ങനെ ജോയിൻ ചെയ്യാൻ നേരത്തായിരിക്കും താഴെ ഏറ്റക്കുറച്ചിലെല്ലാം കാണുന്നത്. കറക്റ്റ് അളവ് നിങ്ങൾ എടുക്കണം കേട്ടോ. നിങ്ങൾക്ക് അഥവാ ചെറിയ ഏറ്റക്കുറച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ഭാഗത്തെ സ്ലീവിൻ്റെ ആടെ ചെറുങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ഭാഗം വലിയതാ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക പറഞ്ഞാൽ സ്ലീവ് ജോയിൻ ചെയ്യുന്ന ആടെ കുറച്ചും കൂടെ കയറ്റി അങ്ങ് എടുക്കുക. കുറച്ചും കൂടി ഒന്ന് സ്റ്റിച്ച് 1/2 ഇഞ്ച് അളവിലോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം സ്ലീവ് ജോയിനിങ്. അപ്പോൾ അവിടെ നീളം കുറയും. എന്നിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡും ഞാൻ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് കാണിക്കാം. 1.5 ഇഞ്ച് അളവിലാണ് തയ്യൽ തുമ്പ് വരേണ്ടത്. അപ്പോൾ ആ ഒരു 1.5 ഇഞ്ച് അളവ് അവിടെ മാർക്ക് ചെയ്തിട്ട് ഞാൻ സ്റ്റിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ടും ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കണം നിങ്ങൾ, കറക്റ്റ് അളവാണോ, വേസ്റ്റ് അളവും ചെസ്റ്റ് അളവും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ബ്ലൗസ് ഫിനിഷ് ആയിട്ടുണ്ട്. ഞാനിത് ഇതുപോലെ തിരിച്ചിട്ട് കാണിക്കാം. ഞാനിത് ഇട്ട് കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ എനിക്കിതാ ഹുക്കും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട് അത്രേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോയിൽ പാവാടേൻ്റെ കൂടെയോ അങ്ങനെ ഇട്ട് നിങ്ങളെ കാണിച്ച് തന്നേക്കാം. കറക്റ്റ് അളവിൽ തന്നെയാണ് വരിക. നമ്മളെ ഫ്രണ്ടിലൊക്കെ നമ്മളെ ഈ ഒരു ബെസ്റ്റ് പോയിൻറ്റും ബെസ്റ്റ് വിഡ്ത്തും കാര്യങ്ങളും കറക്റ്റ് മാർക്ക് ചെയ്താൽ നമ്മളെ ആ ഒരു ഷേപ്പ് വരുന്നില്ലേ, ആ ഡാർട്ട് വരുന്നത് നടുക്ക് തന്നെ വരും. നമ്മളെ പോയിൻറ്റിന് നടുക്ക് തന്നെ വരും. ഒന്ന് അയൺ ചെയ്യണം കേട്ടോ. എന്ത് സ്റ്റിച്ച് ചെയ്താലും നീറ്റായിട്ട് അയൺ ചെയ്ത് കൊടുക്കണം, എന്നാലേ ഭംഗി തിരിയത്തുള്ളൂ. നമ്മളെ ഹാൻഡ് വർക്കൊക്കെ ചെയ്തിട്ട് കണ്ടില്ലേ നിങ്ങൾ എന്ത് ഭംഗിയാണല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മളെ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരും. നമ്പറും കാര്യങ്ങളും ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്പറും കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഇൻസ്റ്റാ ഐഡിയും ഷെയർ ചെയ്യും. നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലാണ് ക്ലാസ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത്ര വരെ വെയിറ്റ് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പ്ലീസ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ബൈ.